Good morning. Audit Notebook. An audit notebook is a book which is maintained by the audit clerk. It is also known as audit memorandum. അതായത് ഓഡിറ്റ് ക്ലർക്ക്, അത് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റ് സ്റ്റാഫ് കയ്യിൽ വെക്കുന്ന ഒരു നോട്ട്ബുക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഇതിനെ തന്നെയാണ് പറയുന്നത് ഓഡിറ്റ് മെമ്മറാൻഡം എന്ന്. ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റെയിൻഡ് ബൈ ദി ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. An audit clerk cannot remember everything at all times. During the course of audit, he experiences various difficulties or new points which he has to discuss with his senior or auditor. Lest he might forget these points, he notes down these in a book. Such a book is written record of queries made, replies received thereto, correspondence entered into. This book may be of great help to the auditor in the preparation of audit report. A separate audit notebook is maintained for each concern. അപ്പം ഓഡിറ്റ് ക്ലർക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററിൻ്റെ അണ്ടറിൽ ഉള്ള സ്റ്റാഫുകളെയാണ് നമ്മൾ ഓഡിറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പം മിക്കവാറും എല്ലാ ഇപ്പം വലിയ ഓഡിറ്റൊക്കെ ആണെങ്കിൽ ഓഡിറ്റർ വർക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഓഡിറ്റിൻ്റെ സ്റ്റാഫുകളാണ് കുറേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ എൻകൗണ്ടർ ചെയ്യുന്ന ചില ഡൗട്ട്സ് അല്ലെങ്കിൽ ചില കാര്യത്തിന് അവർക്ക് അവരെ സീനിയർ ഓഡിറ്ററായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓഡിറ്ററിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ അവർ ഓരോ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഓഡിറ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ അല്ലെങ്കിൽ ഓഡിറ്ററിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർക്ക് വരുന്ന ഡൗട്ട്സും അവരെ ക്വറീസും അവർ കണ്ടെത്തുന്ന ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോട്ട് ബുക്കിനെയാണ് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ. അതൊരു രജിസ്റ്റർ ആവാം അല്ലെങ്കിൽ നോട്ട് ബുക്ക് ആവാം. അപ്പോൾ അങ്ങനെ അവർ ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഉണ്ടാവുന്ന ചെറിയ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് ഓഡിറ്റ് നോട്ട് ബുക്ക്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിറ്റ് നോട്ട് ബുക്ക് കൊണ്ട് ഓഡിറ്റ് ക്ലർക്കിന് മാത്രമല്ല ഓഡിറ്ററിനും ഹെൽപ്ഫുള്ളാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഫുൾ ഇവരെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ സമയത്തും ഓഡിറ്ററിന് റെഫറൻസിന് വേണമെങ്കിൽ ഈ ബുക്ക് യൂസ് ചെയ്യാം. ഓരോ ഓഡിറ്റിനും സെപ്പറേറ്റ് ഓഡിറ്റ് നോട്ട് ബുക്ക് ഉണ്ടാവും. പിന്നെ ഈ ഓഡിറ്റ് നോട്ട് ബുക്കിൻ്റെ മെയിൻ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ റിട്ടൺ റെക്കോർഡ് ഓഫ് എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ക്വറീസ് മെയ്ഡ്, അതായത് അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ റിപ്ലൈസ് റിസീവ്ഡ് ദെർടു. ചില സമയത്ത് നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ക്ലയൻസിൻ്റെ അടുത്ത് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാകും, അവർ നമുക്ക് ചില റെസ്പോൺസ് തന്നിട്ടുണ്ടാകും. അതൊക്കെ നോട്ട് ചെയ്യുന്നതാണ് ഈ ഓഡിറ്റ് നോട്ട് ബുക്ക്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓഡിറ്റ് നോട്ട് ബുക്ക് ഇസ് എ നോട്ട് ബുക്ക് വിച്ച് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ദി ഓഡിറ്റ് ക്ലർക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓഡിറ്റിൻ്റെ പ്ലാൻ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓഡിറ്ററാണ്. പക്ഷേ ഓഡിറ്റ് നോട്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓഡിറ്റ് സ്റ്റാഫുകളാണ്. അവർക്ക് മാത്രമല്ല ഓഡിറ്ററിന് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഹെൽപ്ഫുള്ളായ ഒരു ഡോക്യുമെൻ്റാണ് ഓഡിറ്റ് നോട്ട് ബുക്ക്. ഇനി കണ്ടൻറ്റ്സ് ഓഫ് ഓഡിറ്റ് നോട്ട് ബുക്ക്, അതിൽ എന്തൊക്കെയാണ് കണ്ടൻറ്റ്സ് ഉണ്ടാവുക? എ ലിസ്റ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ ദി ക്ലയൻറ്റ്, അതായത് നമ്മളെ ക്ലയൻറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. പിന്നെ ദ നെയിംസ് ഓഫ് പ്രിൻസിപ്പൽ ഓഫീസേഴ്സ്, ദെയർ പവേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ക്ലയൻറ്റിൻ്റെ അവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസേഴ്സും അവരെ എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവരെ എന്തിൻ്റെയൊക്കെയാണ് അവർ ചാർജ്, അതൊക്കെ നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ്. ദ പോയിൻറ്റ്സ് വിച്ച് റിക്വയർ ഫർദർ എക്സ്പ്ലനേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്സിംഗ് വൗച്ചേഴ്സ് ഹൂസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഹാവ് ടു ബി ഒബ്റ്റെയിൻ. ചില സമയത്ത് വൗച്ചർ എല്ലാ ട്രാൻസാക്ഷൻ്റെ ഒന്നും വൗച്ചർ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വൗച്ചർ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആവശ്യമുള്ളതാണെങ്കിൽ അതും നോട്ട് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഫ്രോഡ് ആൻഡ് എറേഴ്സ് ഫൗണ്ട് ഇൻ ദ ബുക്സ്, എന്തെങ്കിലും ഫ്രോഡോ എറർ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചില അക്കൗണ്ട്സിൻ്റെ ടോട്ടൽ, ചില ബാങ്ക് റീകൺസിലിയേഷൻ്റെ ടോട്ടലൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നവർ ഏത് മെത്തേഡാണ് അക്കൗണ്ടിങ് മെത്തേഡ് യൂസ് ചെയ്തത് എഴുതാം. അല്ലെങ്കിൽ പ്രോഗ്രസ് ഓഫ് ദ ഓഡിറ്റ് വർക്ക് എത്ര വരെ എത്തി, അല്ലെങ്കിൽ
എത്ര നമ്മൾ വർക്ക് കവർ ചെയ്തു അതൊക്കെ നോട്ട് ചെയ്യാം. റെക്കോർഡ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് കറസ്പോണ്ടൻസ്, നമുക്ക് എന്തെങ്കിലും കറസ്പോണ്ടൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മെമ്മറാൻഡത്തിലും ആർട്ടിക്കിളൊക്കെ ഉള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റ് നോട്ട്ബുക്കിൽ മാക്സിമം ഉണ്ടായേക്കാവുന്ന കണ്ടൻസ്. ഈ കണ്ടൻസ് എല്ലാം നിർബന്ധമായും വേണം എന്നില്ല, അത് ഓരോ ഓഡിറ്റ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി എന്താണ് ഈ ഓഡിറ്റ് നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ്? മെയിനായിട്ട് ഹെൽപ്ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ഓഡിറ്ററിന് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും, അതേപോലെ ഓഡിറ്ററിന് ഒരു റെഫറൻസ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഇനി വരുന്ന ബാക്കിയുള്ള ഓഡിറ്റ് ക്ലർക്കുകൾക്ക് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ ഓഡിറ്റ് സ്റ്റാഫിൻ്റെ എഫിഷ്യൻസിയൊക്കെ ഓഡിറ്ററിന് മനസ്സിലാക്കാനൊക്കെയാണ് ഈ ഓഡിറ്റ് നോട്ട്ബുക്കും കൊണ്ടുള്ള യൂസസ്. ഇനി എന്താണ് ഈ ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ഓഡിറ്റ് നോട്ട്ബുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്ഫുള്ളാണ്, പക്ഷേ ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ടായേക്കാം. കാരണം വന്നേക്കാവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഓഡിറ്റ് നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് ക്ലർക്കായിട്ടുള്ളവർക്ക് എപ്പോഴും ഒരു നോട്ട്ബുക്ക് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഒരുമാതിരി നമ്മൾ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ വന്നേക്കാം. പിന്നെ ചില സമയത്ത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ അത് നമ്മളെ ഓഡിറ്റ് റിപ്പോർട്ടിനെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം ഓഡിറ്റർ മിക്കവാറും ഈ ഓഡിറ്റ് നോട്ട്ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ നമ്മൾ കെയർഫുള്ളായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഒരു ഇഷ്യൂ ആയി വന്നേക്കാം. പിന്നെ അതേപോലെ ഓഡിറ്റ് സ്റ്റാഫും അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ സ്റ്റാഫും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇത് 3 ഉള്ളൂ ഡിസഡ്വാൻറ്റേജസ്. അടുത്ത ടോപ്പിക്ക് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് refers to any documents owned and maintained by the auditor during the course of audit in order to obtain ഓഡിറ്റ് കൺക്ലൂഷൻസ്. അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ആ ഓഡിറ്റ് പീരീഡിൻ്റെ ഇടയിൽ നമ്മൾ നല്ലൊരു ഓഡിറ്റ് കൺക്ലൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഡിറ്ററിൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ഓഡിറ്ററിൻ്റെ കസ്റ്റഡിയിൽ, ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തെ ഫുൾ ഡോക്യുമെൻറ്റ്സിനെയും നോക്കിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുക. അപ്പം ഒരു ഓഡിറ്റർ അയാളുടെ കൈവശം വെക്കുന്ന അയാളുടെ ഓഡിറ്റ് കൺക്ലൂഷനിലേക്ക് എത്താൻ അയാളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിനെയും എന്താണ് പറയുക? Audit working papers. Okay. During the course of audit, the auditor will be having a number of detailed documents, statements, notes, minutes, and other valuable information relating to accounts which are under audit. These papers are properly arranged and preserved carefully so that the auditor may not have again to go over the accounts of his client in the case he wants refer them later on during the course of audit. The files are called audit working papers. അതായത് നമ്മൾ ഒരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൈവശം വെക്കാനുള്ള റൈറ്റ് ഓഡിറ്ററിനുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഓഡിറ്റർ വാങ്ങിയിട്ടില്ലെങ്കിൽ വർക്കിൻ്റെ ഇടയിൽ വീണ്ടും അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനൊക്കെ വേണം, വീണ്ടും ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകണം, വീണ്ടും കളക്ട് ചെയ്യണം. അതിനും വേണ്ടിയിട്ട് ഒരു വർഷത്തെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വർഷത്തെ മൊത്തം ഡോക്യുമെൻറ്റ്സും ആരെ കയ്യിൽ വെക്കും? ഓഡിറ്ററിൻ്റെ. ഇങ്ങനെ ഓഡിറ്റർ അയാളുടെ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഫയൽസിനെയും പറയുന്നതാണ് വർക്കിംഗ് പേപ്പേഴ്സ്. നെക്സ്റ്റ് ഇസ് ഓണർഷിപ്പ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ്. അപ്പം ഈ വർക്കിംഗ് പേപ്പേഴ്സ് ആരുടെ ഓണർഷിപ്പിലാണുള്ളത് അല്ലെങ്കിൽ ആരുടെ കസ്റ്റഡിയിലാണുള്ളത്? അത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. The working papers are highly confidential papers and therefore must be kept in safe custody. അപ്പോൾ വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സേഫ് കസ്റ്റഡിയിലായിരിക്കണം എപ്പോഴും ഉള്ളത്. ദേ ആർ നോട്ട് ടു ബി ഷോൺ ടു എനി പാർട്ടി വിച്ച് മൈറ്റ് മേക്ക് മിസ്യൂസ് ഓഫ് ദം. അതായത് ഒരിക്കലും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, ബിക്കോസ് അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. As for the ownership of these papers,
there has arisen a lot of controversy whether these papers belong to the client or auditor. അപ്പോൾ ഈ വർക്കിംഗ് പേപ്പേഴ്സ് ൻ്റെ ഓണർഷിപ്പ് ക്ലയൻറ്റിനാണോ ഓഡിറ്ററിനാണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ക്ലയൻറ്റ്സ് പറയും അത് ക്ലയൻസിൻ്റെ ആണ്, ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഓർഗനൈസേഷനിലെ ഡോക്യുമെൻറ്റ്സ് അല്ലേ, അപ്പോൾ അവരുടെയാണ് ഓണർഷിപ്പ്. ഓഡിറ്റർ നമ്മുടെ ഏജൻറ്റാണ്, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ ഓഡിറ്ററിനല്ല ക്ലയൻസിനാണ് അതിൻ്റെ ഓണർഷിപ്പ് എന്ന് ക്ലയൻറ്റ്സ് പറയും. പക്ഷേ ഓഡിറ്റർ പറയും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന വർക്കിംഗ് പേപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓണർഷിപ്പ് എനിക്കാണ്. അങ്ങനെയുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ട് അവസാനം 1953ലും 1938ലും ഉണ്ടായിരുന്ന 2 പ്രമാദമായ കേസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് വന്നൊരു റൂളാണ് എപ്പോഴും വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ ഓണർഷിപ്പ് ഓഡിറ്ററിൻ്റെ കയ്യിലാണ്. അതിപ്പോൾ നിങ്ങളൊരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റ് ചെയ്യുന്ന അത്രയും പീരീഡ്, ഇപ്പോൾ നിങ്ങൾ 2 മാസമാണ് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 2 മാസക്കാലത്തോളം അവിടെയുള്ള എല്ലാ ഡോക്യുമെൻസിൻ്റെയും അവകാശി നിങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് നിങ്ങളുടെ കയ്യിലാണ്. ഈവൻ നിങ്ങളുടെ ക്ലയൻറ്റിന് അതിൻ്റെ ഒരു കോപ്പി എടുക്കണമെങ്കിൽ പോലും നിങ്ങളുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കോപ്പി പോലും എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഓഡിറ്റ് നടക്കുന്ന ആ ഒരു പീരീഡ്, ഡ്യൂറിങ് ഓഡിറ്റ് പീരീഡ് ദ ഓണർഷിപ്പ് ഓഫ് ദ വർക്കിംഗ് പേപ്പേഴ്സ് ഇസ് എൻറ്റയർലി ഓൺ ദി ഓഡിറ്റർ ആൻഡ് നോട്ട് ഓൺ ദി ക്ലയൻറ്റ്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ വർക്കിംഗ് പേപ്പേഴ്സ് ബിലോങ് ടു ദ ഓഡിറ്റർ ആൻഡ് നോട്ട് ടു ദ ക്ലയൻറ്റ്. അതാണ് ഫൈനലായിട്ട് പറയുന്നത്. ഓണർഷിപ്പ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സിനാണ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ ഓണർഷിപ്പ് ഓഡിറ്ററിൻ്റെ കയ്യിലാണ് ഓഡിറ്റ് പീരീഡിൽ. ഓക്കെ.